സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ ഈ 6 ശക്തികൾ, അതായത് ഈ സസ്യലോകവും ഈ അഗ്നിയും ഈ മണ്ണും ഈ ജലവും ഈ ആകാശവും ജന്തുലോകവും നിർവഹിക്കുന്ന പരസ്പര പൂരകങ്ങളായിട്ട് വർത്തിക്കുന്ന ആ ധർമ്മ വ്യവസ്ഥിതിയിലാണ് ഈ ജീവപ്രപഞ്ചം സാധ്യമാകുന്നത്. അതാണ് അതിനെ പാലിക്കുന്നവരും വൃക്ഷലോകത്താൽ അതിനെ പാലനം ചെയ്യിക്കുന്നവരും ജലത്തെ അയനം ചെയ്യിപ്പിക്കുന്നവരും ജലത്തെ അയനം ചെയ്യിപ്പിക്കുവാൻ വൃക്ഷലോകത്തെ സംരക്ഷിക്കുന്നവരുമായിട്ടുള്ള ജ്ഞാനികളായിട്ടുള്ളവരാണ് സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്നവർ. ഈ ഈ ധർമ്മമാണ് ദൈവധർമ്മം. ഈ ധർമ്മമാണ് യഥാർത്ഥ തിയോളജിയുടെ പൊരുള്. ഇതാണ് വസ്തുത. ഇത് സയൻസ് ആണ്. ഇത് മോഡേൺ സയൻസ് ആണിത്. ഇതിനെ നശിപ്പിക്കുമെന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത്. എങ്ങനെ പറ്റും ഇത്? അതാണ് നാസ്തികവാദത്തിന്റെ ഏറ്റവും വലിയ പമ്പര വിഡ്ഢിത്തരം. ഒരു കാരണവശാലും നടത്താൻ പറ്റാത്തൊരു കാര്യമാണ് പറയുന്നത്. അതെ, നമ്മൾ ആർക്കും എതിരല്ല. അതായത് നാസ്തികവാദം എന്ന് പറഞ്ഞാൽ, നിരീശ്വരവാദം എന്ന് പറഞ്ഞാൽ ഐശ്വര്യത്തെ ഇല്ലാതാക്കുന്നത് എന്തോ അതാണ് നിരീശ്വരത്വം. ഈശ്വരത്വം എന്ന് പറഞ്ഞാൽ ഐശ്വര്യത്തെ ഏകുന്നത് എന്തോ അത് ഈശ്വരീയത്വം. ഐശ്വര്യത്തെ ഇല്ലാതാക്കുന്നത് എന്തോ അത് നിരീശ്വരത്വം. അപ്പൊ ഐശ്വര്യത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് നിരീശ്വരവാദികൾക്ക് ഇത് തീർച്ചയായിട്ടും പറയാം. ഇതിനെ മുഴുവൻ ഭൂമിയെ നശിപ്പിക്കും, ഈ വെള്ളത്തെ നശിപ്പിക്കും, വൃക്ഷലോകത്തെ നശിപ്പിക്കും, വൃക്ഷലോകത്തിന്റെ ശ്രീഭാവമായിരിക്കുന്ന ദുർഗാഭാവത്തെ മുഴുവൻ നശിപ്പിക്കും, സ്പേസിനെ നശിപ്പിക്കും എന്ന് നാസ്തികവാദികൾക്ക് പറയാം. നിരീശ്വരവാദികൾക്ക് പറയാം. ഐശ്വര്യത്തെ കെടുത്തുന്നവർക്ക് പറയാം. അവരോട് തിരിച്ചു പറഞ്ഞു കൊടുക്കണം, അത് ഭസ്മാസുരന് വരം കൊടുത്ത പോലെയാകും. ഇത് നമ്മളെ തന്നെയാണ് നശിപ്പിക്കുക.